ഇന്ന് സംസാരിക്കുന്നത് കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാര് കേൾക്കാൻ വേണ്ടിയാണ്. കല്യാണം കഴിഞ്ഞവര് കേട്ടോണ്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ കൊടുത്തില്ലല്ലോ, കല്യാണം കഴിഞ്ഞല്ലോ. വാർദ്ധക്യത്തിൽ എത്തിയവരും പി ആർ നാഥങ്ങനെ പറഞ്ഞ ദിവസേന കേൾക്കുന്നതല്ലേ എന്ന അർത്ഥത്തിൽ ഇന്ന് പെണ്ണ് കേൾക്കാം. ഈ കാര്യമായിട്ട് കേൾക്കേണ്ടത് കല്യാണം കഴിയാത്തവർക്ക്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ശീലം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ മാതിരിയല്ല. കോളേജിൽ പഠിക്കുന്ന കാലത്ത് മുതിർന്ന ആൺകുട്ടി കുറച്ച് ദൂരത്തെ പെൺകുട്ടി ഇവിടെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കും, അങ്ങനെയുള്ള ബന്ധമൊക്കെ ആയിരുന്നു. എന്റെയൊക്കെ ചെറുപ്പത്തിൽ പെൺകുട്ടികളോട് സംസാരിക്കാൻ ചാൻസ് തന്നെ കിട്ടാറില്ല. ആ കാലഘട്ടം അങ്ങനെയാണ്. ഇപ്പം മാറി. എടാ ഗോപി, ഈ എപ്പോഴേ വന്ന് വിമലെ നീ അങ്ങനെ ചെയ്തോ, എടാ പെടാ നീ എന്നല്ലാതെ പരസ്പരം വിളിക്കില്ല. ഒക്കെ സമപ്രായക്കാരാണ്. സമപ്രായക്കാര് കല്യാണം കഴിച്ചാലും വിളി എന്താന്ന് വെച്ചാൽ, എടാ നീ എവിടെയാടാ ശ്രീകുമാരൻ, അന്നെ അവിടൊക്കെ നോക്കി ഇങ്ങോട്ട് വരാൻ പറ. മക്കള് വരത് കേൾക്കുക, ഓനോട് ഇങ്ങോട്ട് വരാൻ പറ. മകനോട് പറയാ. മകൻ അച്ഛനോട് അമ്മതാ വിളിക്കണു, നീ എവിടെയായിരുന്നു ഇതുവരെ? എടാ പെടാ നീയെന്നാണ് വിളിക്കുന്നത്. ഇടയ്ക്ക് ഇത് കേൾക്കുമ്പോ ഞാൻ അങ്ങനെ വിചാരിക്കും, എന്റെ ഭാര്യ എന്നെ എങ്ങനെ വിളിക്കും, എന്റെ മാനസിക തല എന്താവും? അവിടെ ഈ അവിടെ എന്ത് ചെയ്യാ? ധന്യമീജീവൻ പറയാ, അന്നെ ഞാൻ ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല, എന്നാ ഈ ധന്യമീജീവൻ പറയാൻ വേണ്ടി ഷൂട്ടിങ്ങിനകത്ത് പറയണ്ടോ? ഈ ഇങ്ങനെയല്ല, പെടാ പെടാ ഒന്നും വിളിക്കാറില്ല. ഇതേതാ നല്ലതെന്ന് ഞാൻ പറഞ്ഞില്ല. ജീവിതത്തില് ഒരു പ്രായത്തിലുള്ള പ്രശ്നമല്ല പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്നത്. 30-ാമത്തെ വയസ്സിൽ ഉണ്ടാകുന്ന പ്രോബ്ലമാണോ 60-ാമത്തെ വയസ്സിൽ ജീവിതത്തിൽ ഉണ്ടാകുക? ദമ്പതിമാർ ശ്രദ്ധിക്കണം. അതുപോലെയാണോ 90-ാമത്തെ വയസ്സിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത പ്രായം വന്ന സംഖ്യയും മതി? പല സ്ഥലത്തും ഭാര്യാഭർത്താക്കന്മാര് 2 മുറിയിൽ കിടക്കുന്നൊക്കെ ഇപ്പൊ സാധാരണ. പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഒരു കുറ്റകൃത്യം മാതിരി ഭർത്താവിന്റെ അച്ഛനും അമ്മയും 2 മുറിയിലാ കിടക്കണത്. ഒന്നും പറഞ്ഞില്ല. ആ പെൺകുട്ടിയുടെ പ്രായമാണല്ലോ, കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അവൾക്കത് ആലോചിക്കാൻ പറ്റില്ല. 40 വയസ്സാകുമ്പോ ജീവിതം വ്യത്യാസം, 50 വയസ്സിൽ വ്യത്യാസം. സ്വാഭാവികമായിട്ടും വാർദ്ധക്യത്തിലെത്തുമ്പോൾ ചില പ്രശ്നങ്ങൾ ശരീരം സിഗ്നല് തരും. നമ്മൾ എങ്ങനെ ജീവിച്ചിരുന്നാൽ പ്രായമാകുമ്പോ കണ്ണിന് കാഴ്ചശക്തി മതി. പണ്ടത്തെ പോലെ ചെവി കേൾക്കില്ല, പണ്ടത്തെ മാതിരി. പറഞ്ഞു കേട്ടില്ലേ, ഇങ്ങോട്ട് ഒന്നുകൂടി ഉറക്കപ്പെടണം. എന്താ ആണല്ലോ. ഈ സമയത്ത് എടാപെടാന്ന് വിളിച്ചിട്ടുള്ള പ്രായക്കാരാണ് കല്യാണം കഴിച്ചത്. ഭർത്താവിന് ചെവി കേൾക്കില്ല, ഭാര്യയ്ക്കും കേൾക്കില്ല. അപ്പൊ എങ്ങനെ സുഖമായില്ലേ കാര്യം? ഞാൻ ബന്ധപ്പെട്ട പല കല്യാണത്തിനും പെൺകുട്ടികൾ പറയുന്നു, അത് ശരിയാവില്ല. എന്താ കാര്യം? 3 വയസ്സ് കൂടുതലാ ഭർത്താവിനെ കല്യാണം കഴിക്കുന്ന ആൾക്ക്. 3 വയസ്സ് കൂടുതൽ വലിയ കൂടുതലാണോ? പറ്റില്ല. ഒരേ പ്രായക്കാർ ആകണം. എടാപെടാന്ന് വിളിക്കാൻ.
3 വയസ്സൊന്നും പറ്റില്ല. പണ്ട് 10ഉം 12ഉം വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാകുമായിരുന്നു. 10ഉം 12ഉം വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഗുണം എന്താ വെച്ചാൽ, ഭാര്യയ്ക്ക് 60 വയസ്സാകുമ്പോൾ ഭർത്താവിന് 72 വയസ്സായി. ചേരുന്നതെന്തും പിരിയണം. അത് മാറ്റമില്ലാത്ത പ്രകൃതി നിയമമാണ്. ചേർന്നതാണോ പിരിയണം. ഭാര്യയും ഭർത്താവും കൂടി പിരിയണം. ആര് പിരിയണം നല്ലത്? ആദ്യം ഭർത്താവ് പിരിയുന്നതാണ് നല്ലത്. കാരണം പ്രായാധിക്യമുള്ളവർക്ക് ഭാര്യയുടെ സേവനമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്റെ എത്രയോ സുഹൃത്തുക്കള് ഭാര്യമാര് മരിച്ചവരുണ്ട്. അവരുടെ മുഖം കാണാൻ പറ്റില്ല. സ്വകാര്യ നിമിഷങ്ങളിൽ എന്റെ തോളത്ത് കൈവച്ച് കരയും. തങ്കം പോയതിനു ശേഷം ആശ്രയമില്ല. ഒരാള് പോണം. രണ്ടുപേരും ഒരേപോലെ കിടന്നാൽ എന്തു ചെയ്യും? നേരാവണ്ണം ജീവിച്ച ദമ്പതിമാരാണെങ്കിൽ ഭർത്താവ് കുറച്ച് പ്രായവ്യത്യാസം ഉണ്ടാകുമ്പോൾ കുറച്ച് വാർദ്ധക്യം നേരത്തെ വരും എന്ന് വേണമല്ലോ വിചാരിക്കാൻ. ഞാനും ഭാര്യയും തമ്മിൽ എനിക്ക് 12 വയസ്സ് കൂടുതലുണ്ട്. അവൾക്ക് 18 വയസ്സുള്ളപ്പോൾ എനിക്ക് 30 വയസ്സിലാണ് കല്യാണം. അതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഇതുവരെ ഉണ്ടായിട്ടില്ല. 12 വയസ്സ് കൂടുതലോ? അപ്പൊ ഇപ്പൊ തന്നെ തന്തപ്പിടിയായല്ലോ. ഒരു പ്രോബ്ലം ഇന്നേ വരെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, സംശയിക്കണ്ട. അതിനെ പകരം സമപ്രായക്കാരാകുമ്പോൾ ഒരാൾക്ക് കണ്ണ് കാണില്ല, മറ്റാൾക്ക് കണ്ണ്. സമപ്രായ ദമ്പതിമാര് ഒരാളുടെ കയ്യിലൊരു പെട്ടി, ഇംഗ്ലീഷ് മരുന്നിന്റെ ഒരു പെട്ടി ഇംഗ്ലീഷ് മരുന്ന് കയ്യിൽ, ഭാര്യയുടെ കയ്യിൽ വേറൊരു പെട്ടി. ഇപ്പൊ കാഴ്ചത്തിൽ നിന്ന് കുറയുമ്പോ മീനാക്ഷി എന്താണെന്ന് വായിച്ചു നോക്കുക. മീനാക്ഷിക്ക് കുറച്ച് പ്രായം കുറവായതുകൊണ്ട് രക്ഷപ്പെടും. ഇത് സ്വാർത്ഥതയുടെ കാര്യത്തിലല്ല, ഭർത്താക്കന്മാരുടെ സ്വാർത്ഥത എന്നുള്ള അർത്ഥത്തിൽ പറയുകയല്ല. ഒരാൾക്കൊരു പക്വത ഉണ്ടാവണമെങ്കിൽ ആ വ്യക്തിക്ക് ഒരു 5 വയസ്സ് കൂടുതൽ ഉണ്ടാവണ്ടേ. പ്രായം നോക്കണ്ടേ നമ്മൾ പറയില്ലേ. ഈക്വൽ ആയാൽ എങ്ങനെയാ ശരിയാവുക? ഇതിപ്പോ അങ്ങനത്തെ ഒരു പാറ്റേൺ പടർന്നു പിടിക്കുകയും അപ്പോ 80 കഴിഞ്ഞ ഭർത്താവിനെ ഇവിടെ ശ്രീകുമാരാ ഈ വിടുവാ, എന്നെ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ എന്ന് കേൾക്കുമ്പോ പഴമനസ്സുകൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകും. നേര് പറഞ്ഞാൽ 5 വയസ്സോ അതിൽ കൂടുതലോ ഉണ്ടാകുന്നത് നല്ലതാണ്. മുതുവിന് വേദന, മീനാക്ഷിയെ ഒന്ന് ഒഴിഞ്ഞു തന്നാ. അയ്യൊക്കെ ഒഴിഞ്ഞു തരാൻ ഓർത്തില്ല, എന്റെ മുതുകും വേവിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇവിടെ വന്നിട്ടൊന്ന് ഒഴി. മീനാക്ഷിക്കും ഇതേ പ്രോബ്ലം ആണെങ്കിൽ എന്തു ചെയ്യും? ഏതെങ്കിലും ഒരാള് കുറച്ച് ശക്തമായിട്ട് നിൽക്കണം. എന്നും വെച്ചിട്ട് ഭർത്താവിന് വളരെ പ്രായ കൂടുതൽ 25ന്റെ വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാവണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ. ഈ പറഞ്ഞാൽ അങ്ങനെ ഒരു ദുർവ്യാഖ്യാനം കരുത്. മാത്രമല്ല, ജീവിതത്തിൽ അവസാനം അവശനായ ഭർത്താവിനെ ചികിത്സ കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു. ആ ഭർത്താവ് മരിച്ചതിന് ശേഷം എത്രയോ സ്ത്രീകളെ എന്റെ അനുഭവത്തിൽ പറയുകയാണ്, അവർ ശാരീരികമായിട്ടൊന്നും നന്നായിട്ടുണ്ട്. അനുഭവം വെച്ച് പറയാ, ഒന്ന് വെളുത്തു കൊടുത്ത് നന്നാവും. കാരണം വെച്ചാൽ പിന്നെ വലിയ പ്രോബ്ലം ഇല്ല. വർത്തമാന മധ്യം പറയുമ്പോൾ ഉണ്ണേട്ടം ഉള്ളപ്പോ ഉണ്ണേട്ടന് വേണ്ടിയിട്ട് ചായം ഉണ്ടാക്കണം, കൂട്ടാണ്ടാക്കണം. ഇപ്പൊ ഉണ്ണേട്ടം ഇല്ലാത്തപ്പോ ഒക്കെ പോയി എന്നൊക്കെ ഒരു വർത്താനം ഭംഗി വാക്കാണത്. ആ ഭംഗി വാക്കൊക്കെ പറഞ്ഞിരുന്നാലും ആശ്വാസമായി.
പ്രോബ്ലം കഴിഞ്ഞു. അവനവനിലേക്ക് തിരിയാം. പൊതുവെ സ്ത്രീകൾ സെൽഫ് സഫിഷ്യന്റ് ആണെങ്കിൽ അടുക്കളയിൽ കയറിയിട്ട് ആദ്യമേ നിങ്ങൾക്കും ആവാതെ അടുക്കളയിൽ കയറിയിട്ടുള്ള പാചകമൊക്കെ സ്വയം അറിയുന്ന ആളുകളാണെങ്കിൽ തിരക്കടൊന്നുമില്ല. അല്ലാത്തവര് ഞാൻ അങ്ങനെ മിടുക്കനല്ല, അതുകൊണ്ട് ആത്മകഥയിൽ പറഞ്ഞ പോലെ ഭാര്യയെ വിശേഷിപ്പിക്കുക ഓക്സിജൻ എന്നാണ്. ഓക്സിജൻ 10 മിനിറ്റ് നേരം കിട്ടിയില്ലെങ്കിൽ ആള് ചത്തുപോകുന്ന പോലെ ആണ്. അത് ഭാര്യയെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല. പൊതുവെ യൗവനകാലത്ത് വിവാഹം കഴിക്കുമ്പോൾ അയ്യോ 3 വയസ്സൊന്നും പറ്റില്ല, ഒരു 2 വയസ്സ്, രണ്ടും പറ്റില്ല എന്നുള്ള രീതിയിൽ ചില പെൺകുട്ടികൾ പറഞ്ഞപ്പോൾ ആ കുട്ടികൾ പറഞ്ഞത് ഇന്ന് ധന്യമേ ജീവിതത്തില് സംസാരിക്കുമ്പോൾ അതിക്ക് ഓർമ്മ വന്നപ്പോ ആ വിഷയം ഒന്ന് ഞാൻ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. ഏത് പ്രായത്തിൽപ്പെട്ടവരെ കല്യാണം കഴിക്കാനൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമസ്കാരം.